കേരള സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ 2023-24 വർഷത്തിലേക്കുള്ള ഭിന്നശേഷി അവാർഡിലേക്ക് ക്ഷണിച്ച ഈ ഘട്ടത്തിൽ പുൽപ്പറ്റ ഗ്രാമപഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്ററിന് 6, 20 എന്നീ വിഭാഗങ്ങളിലായാണ് മത്സര രംഗത്തിലേക്ക് ഇറങ്ങുന്നത്. 20ാമത്തെ വിഭാഗമായ ബെസ്റ്റ് ഇന്നൊവേഷൻ പ്രോഗ്രാമിൽ പുൽപ്പറ്റ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി 2 പദ്ധതികളാണ് ഈ വർഷം ഞങ്ങൾ ആവിഷ്കരിച്ച് കഴിഞ്ഞിട്ടുള്ളത്. അതിലൊന്ന് കുട്ടിയടുക്കള എന്ന പദ്ധതിയും അതോടൊപ്പം തന്നെ ദിശ അധ്യാപന പദ്ധതിയുമാണ്. കുട്ടിയടുക്കള പദ്ധതിയെക്കുറിച്ച് ഇതിനകം തന്നെ വാർത്താമാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ പങ്കുവെക്കുകയുണ്ടായി. നമ്മുടെ സ്ഥാപനത്തിലെ ഒരു വർക്കിംഗ് ഡേയിൽ വിദ്യാർത്ഥികൾ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പദ്ധതിയുടെ പേരാണ് കുട്ടിയടുക്കള എന്ന പദ്ധതി. കുട്ടിയടുക്കള പദ്ധതിയെ വിശദീകരിക്കുമ്പോൾ പ്രധാനമായും ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് കണ്ടുവരുന്ന അടുക്കള ഭയം ഇല്ലായ്മ ചെയ്യുക, അതോടൊപ്പം തന്നെ കുടുംബത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളിലും ഈ വിദ്യാർത്ഥികളെയും പങ്കാളികളാക്കുക, ഞങ്ങളും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന് ഉറപ്പുവരുത്തുന്നതിനും പാചകം മാത്രമല്ല മറ്റു ദൈനംദിനമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും വിദ്യാർത്ഥികൾക്കും ഒരിടം കണ്ടെത്തുക എന്നതിനെ മുൻനിർത്തിയാണ് കുട്ടിയടുക്കള പദ്ധതി ഞങ്ങൾ രൂപീകരിച്ചത്. മറ്റൊരു പദ്ധതിയായ ദിശാധ്യാപന പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ 5 വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി തങ്ങളുടെ സഹപാഠികൾക്ക് ക്ലാസ് എടുക്കാൻ പര്യാപ്തരായ വിധം അവരെ അധ്യാപകരാക്കി മാറ്റുന്ന പദ്ധതിയുടെ പേരായിരുന്നു ദിശാധ്യാപന പദ്ധതി. ഒരു അധ്യാപികയ്ക്ക് ക്ലാസ് എടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അവർ തന്നെ വിവിധ വിഷയങ്ങൾ കണ്ടെത്തി അതിനാവശ്യമായ സഹായ സഹകരണങ്ങളൊക്കെ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ചെയ്തു കൊടുത്ത് അവരെ പൂർണ്ണമായും ഒരു അധ്യാപികയാക്കി മാറ്റുന്ന ഒരു പദ്ധതിയായിരുന്നു ദിശാധ്യാപന പദ്ധതി എന്ന് പറയുന്നത്.